നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഒട്ടേറെ വാർത്തകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വാർത്തകൾ മുഴുവൻ നമ്മൾ സമഗ്രമായി പരിശോധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിന്റെ അവസാന ദിനത്തിലേക്ക് അടുക്കുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മത്സര ചിത്രം ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന നേതൃത്വത്തിന്റെ തീരുമാനം കെ സുധാകരനും അടൂർ പ്രകാശും അംഗീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് കോൺഗ്രസ്. മറ്റന്നാൾ മുതൽ UDF സ്ഥാനാർത്ഥികൾക്കായി കെ സുധാകരൻ പ്രചാരണത്തിനിറങ്ങും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരൻ അതൃപ്തിയുണ്ടായിരുന്നു എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 24നോട് സ്ഥിരീകരിച്ചു. എന്നാൽ വിവാദങ്ങൾ മാധ്യമ സൃഷ്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ കെ സുധാകരൻ AK ആന്റണിയുടെ ഇടപെടലിലാണ് വഴങ്ങിയത്. പാർട്ടി വിടില്ലെന്നും മത്സരിക്കില്ലെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ കെ സുധാകരൻ ഉടൻ പ്രചാരണത്തിൽ സജീവമാകും. ഇരിക്കൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫിനായി മറ്റന്നാൾ സുധാകരൻ വോട്ട് അഭ്യർത്ഥിക്കും. കെ സുധാകരന് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുണ്ടായിരുന്നെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 24നോട് സ്ഥിരീകരിച്ചു. ഇല്ലെന്ന് പറയുന്നില്ല, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം, അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിനിടെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹനൻ കെ സുധാകരനെ വീട്ടിലെത്തി കണ്ടു. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് അടൂർ പ്രകാശ് MP പ്രതികരിച്ചു. എന്നാൽ താൻ മത്സരിക്കണമെന്നായിരുന്നു കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചതെന്നും അടൂർ പ്രകാശ്. കോന്നിയിലെ ജനങ്ങൾ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അതിന് അനുമതി കിട്ടുന്നു എങ്കിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ചയാണ്. ഇതിനു മുൻപ് മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് നേതൃത്വം. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും UDFൽ വിവിധയിടങ്ങളിൽ അസ്വാരസ്യം തുടരുകയാണ്. പുനലൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമതനെ പിൻവലിപ്പിക്കാൻ KPCC നേതൃത്വം ഇടപെട്ടേക്കും. കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM മുൻ നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. കൊല്ലം പുനലൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും UDFലെ കല്ലുകടി മാറുന്നില്ല. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിമതനായ കോൺഗ്രസ് നേതാവ് പ്രചാരണം തുടരുകയാണ്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാൽ പിന്മാറാമെന്ന് വിമതനായ നെൽസൺ സെബാസ്റ്റ്യൻ. എല്ലാ പ്രവർത്തകരും ഐക്യകണ്ഠേനാണ് തീരുമാനിച്ചത്. എല്ലാം ഒരുമിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. കോൺഗ്രസിൽ മത്സരിക്കണം, അങ്ങനെ എൻ്റെ പേര് വന്നു മത്സരിക്കുന്നു. ഇനി അഥവാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു മറ്റൊരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊടുക്കും. മാറിക്കൊടുത്തിട്ട് പക്ഷേ അത് കോൺഗ്രസിന് മാത്രം ഘടകകക്ഷികൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഘടകകക്ഷികളെല്ലാം തോറ്റിവിടെ. പ്രാദേശിക നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ KPCC ഇടപെട്ടേക്കും. ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് 24നോട് പറഞ്ഞു. കണ്ണൂർ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM വിട്ട നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും സ്ഥാനാർത്ഥികളാകും. തളിപ്പറമ്പിൽ CPIM മുൻ നേതാവ് TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. പാലക്കാട് മണ്ണാർക്കാട് N. ഷംസുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കിയത് കൂടിയാലോചന ഇല്ലാതെയെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ പരാതി. മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഇന്നലെ പാണക്കാട്ടെത്തി അതൃപ്തി അറിയിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന നിലപാട് തിരുത്തിയിട്ടില്ലെന്ന് CPIM മുൻ നേതാവും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ G. സുധാകരൻ. രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമല്ല എന്നാണ് പറഞ്ഞതെന്ന് G. സുധാകരൻ വ്യക്തമാക്കി. P. പ്രസാദിനെതിരെ ചേർത്തലയിലെത്തി പ്രചാരണം നടത്തുമെന്നും G. സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. സുധാകരന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വീട്ടിലെത്തി ഔദ്യോഗിക പിന്തുണ അറിയിച്ചു. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയുടെ ജനകീയ സ്ഥാനാർത്ഥിയാണ്. അതാണ് അദ്ദേഹം. എല്ലാ തർക്കങ്ങളും തീർന്നു. ഒരു തർക്കങ്ങളില്ല. സമ്പൂർണ്ണ ഉറപ്പായി ഒരു തർക്കമില്ല. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന നിലപാട് താൻ തിരുത്തിയിട്ടില്ല.
പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാം ഭരണം വിഫലമാകുമെന്നാണ് നിലപാടെന്നും ജി സുധാകരൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ? പക്ഷെ മൂന്നാം ഊഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. പ്രചാരണത്തിന് ഇലക്ഷൻ കമ്മിറ്റി ഇല്ല. ചുവരെടുത്തോ പോസ്റ്റർ പ്രചരണമോ നടത്തില്ല. തന്നെ പിന്തുണയ്ക്കുന്നവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നും ജി സുധാകരൻ. പി പ്രസാദിനെ ചേർത്തലയിൽ തോൽപ്പിക്കുമെന്ന വെല്ലുവിളി. പക്ഷേ ചേർത്തല പോയി പ്രസാദിനെതിരായിട്ട് കാരണം അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു കാര്യമില്ല. എനിക്കെതിരെ പ്രസ്താവനയുടെ കാര്യമായേക്കാം. അയാൾ മാത്രമേ ഇട്ടുള്ളൂ CPI. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ പറ്റില്ല. മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങളോടും ജി സുധാകരൻ ക്ഷുഭിതനായി. 24 ആലപ്പുഴ. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞതിലെ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ രംഗത്തെത്തി. തന്റെ പേര് ലിസ്റ്റിൽ നിന്ന് അവസാന നിമിഷം മാറ്റുകയായിരുന്നുവെന്നാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞത്. പെരുമ്പാവൂരിൽ സീറ്റ് ലഭിക്കാത്ത എൽദോസ് കുന്നപ്പിള്ളിലും അതൃപ്തിയിലാണ്. ഇതിനിടെ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി വോട്ട് അഭ്യർത്ഥിച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയത് നേതൃത്വത്തിന് ആശ്വാസമായി. കോട്ടയം ഏറ്റുമാനൂർ മണ്ഡലത്തിലായിരുന്നു ജോസഫ് വാഴക്കനെ പരിഗണിച്ചിരുന്നത്. പ്രചാരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയെങ്കിലും അവസാന നിമിഷം തന്നെ ഒഴിവാക്കിയെന്ന ജോസഫ് വാഴക്കന്റെ പ്രതികരണം. അതൃപ്തി ജോസഫ് വാഴക്കൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂര് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പേരായിരുന്നതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷ കൂടുതൽ വെച്ച് പോയെന്നുണ്ട്. അപ്പം നമ്മൾ പോസ്റ്റർ അടിക്കുകയും ബോർഡ് അടിക്കുകയും ഒക്കെ ചെയ്ത്, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതിനിടെ പെരുമ്പാവൂരിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഇടഞ്ഞു നിൽക്കുന്ന സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം UDF നേതൃത്വം നടത്തുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ് MP മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തിയെങ്കിലും എൽദോസ് ഉണ്ടായിരുന്നില്ല. എൽദോസ് പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് കരുതുന്നതായി UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. എൽദോസ് കുന്നപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ പോകുന്നത്. സ്വാഭാവികമായി ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്തുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അല്ലാതെ അതിനകത്തൊരു നേതൃത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ MLA വേറൊരു തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. അതേസമയം കൊച്ചി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ദീപ്തി മേരി വർഗീസ് ഇതുവരെയും പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല. എന്നാൽ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന് വോട്ട് അഭ്യർത്ഥിച്ച് ഫേസ്ബുക്കിൽ ദീപ്തി മേരി വർഗീസ് പോസ്റ്റ് ഇട്ടു. 24 കൊച്ചി. എന്തായാലും മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരു മത്സരചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് അനുജ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFും NDAയും കുറച്ചുകൂടെ നേരത്തെ പ്രചാരണത്തിലേക്ക് പൂർണ്ണമായി കടന്നിരുന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂരും കോന്നിയൊക്കെ ഒന്ന് ആശ്വാസമായപ്പോൾ കോൺഗ്രസും ആ ഘട്ടത്തിലേക്ക് വരികയാണ്. എന്നാൽ പോലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു വിവരം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടതും. പൂർണ്ണമായ ഒരു ആവേശത്തിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട് എന്നിപ്പോഴും പറയാറായിട്ടില്ല. ഇനിയുള്ള 20 നാളുകൾ പൊടിപാറും പ്രചാരണത്തിന് രാഷ്ട്രീയ കേരളം വേദിയാവുകയാണ്. ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി നമ്മുടെ പ്രതിനിധികളുണ്ട്. R ശ്രീജിത്തും ദീപക് ധർമ്മടവും. നമുക്ക് ആദ്യം R ശ്രീജിത്തിലേക്ക് പോവാം. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ 20 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇലക്ഷന്. അപ്പോൾ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലേക്ക് കടക്കേണ്ട അല്ലെങ്കിൽ ഉച്ചസ്ഥായിലേക്ക് എത്തേണ്ട സമയമാണ് ഇനി. അത് ഏത് രീതിയിലാണ് ഓരോ മുന്നണികളും പ്ലാൻ ചെയ്യുന്നത്? ഗോകുൽ, അനുജ, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 20 നാൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറിയ പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് കാരണം പ്രധാനപ്പെട്ട മുന്നണികളുടെ എല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മണ്ഡലങ്ങളിലെ മത്സര ചിത്രം വ്യക്തമായി. BJPയുടെ 10 സീറ്റുകളിലെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. LDFിൻ്റെ 2 സീറ്റുകളിലെ പ്രഖ്യാപനം കൂടി ബാക്കിയുള്ളത് തിരുവനന്തപുരം സെൻട്രലിലെയും ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ മങ്കടയിലെയും. അതോട് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ചിത്രം വന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിൽ പ്രചരണത്തിൽ നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. LDF അടക്കമുള്ള മുന്നണികളെല്ലാവരും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രചരണ പരിപാടികളുമൊക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 21-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യം ചിലയിടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ LDF നേതൃത്വം അറിയിക്കുന്നത്. അങ്ങനെ പ്രചാരണ രംഗത്ത് വലിയ തയ്യാറെടുപ്പുകൾ കൂടിയാണ് LDF ഇറങ്ങുന്നത്. ഇതുവരെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു എല്ലാ മുന്നണികളുമെങ്കിലും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഏതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന കാര്യം പൊന്തി വന്നിട്ടില്ല. അത്തരം വികസന രാഷ്ട്രീയമായിരിക്കും LDF മുന്നോട്ട് വെക്കുക. എന്നാൽ സർക്കാരിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമാണ് UDF ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിറയുന്നത് ഇന്ന് കാഴ്ചയായിരിക്കും നമുക്ക് വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും കാണാൻ കഴിയുക. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. നമ്മൾ വിപിൻ സി വിജയനിലേക്കാണ് പോകുന്നത്. വിപിൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ചില സീറ്റുകളിലൊക്കെ അനിശ്ചിതത്വമുണ്ട്, ചില അതൃപ്തികൾ തുടരുന്നുണ്ട്. ഇപ്പോൾ LDFിലാകട്ടെ ചില സീറ്റിൽ ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. BJPയുടെ NDAയുടെ പട്ടിക ഇനി വരാനിരിക്കുന്നു. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും
പൂർണ്ണമായും ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി വലിയ കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമല്ലേ മുന്നണികൾ? അനുജ പ്രജിൻ, ഇവിടെ രാഷ്ട്രീയ കളം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മാറി മറിഞ്ഞുകൊണ്ട് ഓരോ മുന്നണികളിലേക്കും വരെ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മധ്യ കേരളത്തിൽ. അതിൽ ഏറ്റവും പ്രധാനം ജി സുധാകരൻ, LDFന്റെ ഒരു കാലത്തെ മുഖമായിരുന്ന, CPMന്റെ മുഖമായിരുന്ന ജി സുധാകരൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ വോട്ട് തേടുന്നു. ഒപ്പം തന്നെ അത് ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഒരു കാലത്തെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. നാട്ടികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ CC മുകുന്ദൻ, സിറ്റിംഗ് MLA ആയ CPIയുടെ CC മുകുന്ദൻ ഇപ്പോൾ BJPയിലേക്ക് പോവുകയും BJP സ്ഥാനാർത്ഥിയെ വോട്ട് തേടുകയും ഇങ്ങനെ മാറി മറിഞ്ഞ് ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ അസ്വാരസ്യങ്ങൾ UDFനെ സംബന്ധിച്ച് കുറച്ചുകൂടി കടുപ്പമാണ്. ആ കടുപ്പത്തിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളത് നേതൃത്വത്തിന് സാരമായി തന്നെ പേടിയുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പട്ടികയും UDFനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ചും പെരുമ്പാവൂരിനെ സംബന്ധിച്ചും അതിന്റെ അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ദീപ്തി മേരി വർഗീസ് ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് അവരെ തഴയാനുള്ളൊരു കാരണം എന്നതിനെ സംബന്ധിച്ച് നേതൃത്വം വിശദീകരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ദീപ്തി പറയുന്നത്. അത് പെരുമ്പാവൂരിലേക്ക് വന്നാൽ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒളിച്ചുകളി തുടരുന്നു. ഒറ്റയ്ക്ക് സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നുള്ളൂ പറയുമ്പോഴും അനുയായികൾ തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു ശക്തി പ്രകടനം ഇന്നലെ രാത്രി വരെ കാണിച്ചു. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും രീതിയിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു കൊച്ചിയിലെ ഒരു പൊതുചിത്രമുള്ളത്. കാരണം UDFനെ സംബന്ധിച്ച് 14-ൽ 9 നിയമസഭാ മണ്ഡലങ്ങളും കയ്യിൽപിടിയിൽ ഒതുക്കുന്നു. അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ചെറുതെങ്കിൽ പോലുമുള്ള പ്രതിസന്ധി UDFന് ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ പ്രചാരണം LDF ആരംഭിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം വേണ്ടി ഇന്ന് തന്നെ റോഡ് ഷോകൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം എല്ലാം തന്നെ UDFന്റെ നേതൃത്വം അല്ലെങ്കിൽ UDFന്റെ അണികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. പാലയിലേക്കാണ് മറ്റൊന്ന് ഏറ്റവും ത്രികോണ മത്സരം നടക്കുന്നത്. അവിടെ മാണി സി കാപ്പനും ഒപ്പം തന്നെ ജോസ് കെ മാണിയും ഷോൺ ജോർജും തമ്മിലുള്ള മത്സരം കടുക്കുന്നു. ജോസഫ് വാഴക്കന് വോട്ടില്ല, അല്ലെങ്കിൽ ക്ഷമിക്കണം, ജോസഫ് വാഴക്കന് സീറ്റില്ല എന്നുള്ളതിൽ ഏറ്റുമാനൂരിൽ അദ്ദേഹം ഇതിനോടകം തന്നെ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ അനുനയ നീക്കങ്ങൾ നടക്കുന്നു മധ്യ കേരളത്തിൽ. ഒപ്പം തന്നെ പ്രചാരണം അതിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം. BJPയെ സംബന്ധിച്ച് ഇനി മൂന്നാമത്തെ പട്ടിക വരാനിരിക്കുന്ന ഘട്ടത്തിൽ പോലും 2020ക്ക് ഇത്രയേറെ സീറ്റുകൾ നൽകിയതിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ നേതാക്കൾ പുറത്തു പറയുന്നുണ്ട്. അതിനോടൊപ്പം BJPയുടെ ഭാഗത്ത് A ക്ലാസ് മണ്ഡലമായി കരുതിയിരുന്ന തൃപ്പൂണിത്തറയിൽ പോലും അതിന്റെ ഒരു അനുരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം അത് നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2020യുടെ 2 സ്ഥാനാർത്ഥികൾക്ക് സീറ്റില്ല, അവർക്ക് വോട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഘടന. എല്ലാ മുന്നണികളും പ്രചാരണ ചൂടിലേക്ക് ഇന്ന് മുതൽ കടക്കുന്നു എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരു ത്രികോണ പോരിലേക്ക് കടക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് 3 മുന്നണികളും വെച്ചു പുലർത്തുന്നത്. അനുജ, പ്രജിൻ. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കൊച്ചിയിൽ ഇനി നമുക്ക് മലബാർ മേഖലയിലേക്ക് പോകാം. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, മധ്യ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങ് മഞ്ചേശ്വരം തൊട്ട് മഞ്ചേശ്വരം, പയ്യന്നൂര്, പിന്നീട് തളിപ്പറമ്പ്, കണ്ണൂര്, പേരാവൂര് എന്ന് തുടങ്ങി ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, അതോടൊപ്പം ധർമ്മടം, ഇതെല്ലാം തന്നെ ഹൈ വോൾട്ടേജ് മണ്ഡലങ്ങളാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടും അവിടുത്തെ രാഷ്ട്രീയം കൊണ്ടും. അപ്പോൾ ഇനിയിപ്പോൾ നേരിട്ട് പ്രചാരണത്തിന്റെ ഏറ്റവും പരമാവധിയിലേക്ക് പോവുക എന്നതാണ്. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ? പ്രജിൻ, അനുജ, മേടച്ചൂട്, ഭയങ്കരമായ ഉച്ചച്ചൂടാണ് ഇപ്പോഴുള്ളത്. ഈ അന്തരീക്ഷത്തിന്റെ ചൂട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തും അകത്തും. അകത്താണെങ്കിൽ മുന്നണിയിലെ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രശ്നങ്ങളാണ്. അതെല്ലാം തന്നെ മിക്കവാറും മലബാറിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സാധാരണ മലബാറിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അത് വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് ഒറ്റപ്പാലം, ഭാരതപ്പുഴയുടെ അതിർത്തി വരെയുള്ള മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും, ഒറ്റപ്പാലം, തരൂർ മണ്ഡലങ്ങൾ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഒറ്റപ്പാലം ഭാഗത്ത് അത് PK ശശിയിലൂടെയാണ് എങ്കിൽ പയ്യന്നൂരിൽ അത് മറ്റൊരു രൂപത്തിൽ, രാമചന്ദ്രൻ്റെ രൂപത്തിൽ, അങ്ങനെ ഓരോ പേരുകളിലൂടെ, അത് കഴിഞ്ഞ് TK ഗോവിന്ദൻ്റെ പേരിൽ, ഇങ്ങനെ പല പേരുകളിൽ, മറ്റൊന്ന് K സുധാകരൻ്റെ പേരിൽ, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നമ്മൾ രണ്ടത്താണിയുടെ കണ്ടു. രണ്ടത്താണി ഇപ്പോഴും വഴങ്ങിയെങ്കിലും പിന്നീടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കകത്തും പുറത്തും ചൂടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികൾക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ സ്റ്റാർ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ മലബാറിലാണ്. അതിൽ മുഖ്യമന്ത്രി മത്സരിക്കുന്ന, മൂന്നാം ഊഴത്തിന് വേണ്ടി മത്സരിക്കുന്ന ധർമ്മടം തന്നെയാണ്.
ധർമ്മടത്ത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി ലോക്കൽ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, അതായത് CPIMന്റെ ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാൻ പോകുന്നു. മറ്റന്നാളാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിൽ 2 or 3 വരുന്ന രീതിയിലുള്ള CPIM ലോക്കൽ കമ്മിറ്റികളുടെ കൺവെൻഷൻ നടക്കുന്നത്. ധർമ്മടം പഞ്ചായത്തിലെ ആദ്യം സൗത്ത് ലോക്കൽ, നോർത്ത് ലോക്കൽ, ഇതിലാണ് മറ്റന്നാൾ രാവിലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അതായത് പ്രാദേശികമായി ഇളക്കി മറച്ചുകൊണ്ടുള്ള പ്രചരണത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ കടക്കുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായ സൂചനയാണ്. ഒരുപക്ഷെ വലിയ വർദ്ധിത ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരിക, വീണ്ടും സർക്കാർ തുടരുക എന്നുള്ളതാണ് അതിൽ ലക്ഷ്യം വെക്കുന്നത്. പ്രജിൻ പറഞ്ഞതുപോലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നാൽ ബേപ്പൂർ താരമൂല്യമുള്ള മണ്ഡലം, പ്രശ്നങ്ങളെ പേരിൽ വീണ്ടും ശ്രദ്ധേയമായ വനം മന്ത്രിയുടെ സ്വന്തം മണ്ഡലം എലത്തൂർ, അങ്ങനെ മണ്ഡലങ്ങൾ ഓരോന്നും വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം കണ്ണൂർ എങ്ങനെ ചിന്തിക്കുന്നു, പേരാവൂർ എങ്ങനെ ചിന്തിക്കുന്നു. പേരാവൂരിൽ ഒരു ട്രബിൾ ഷൂട്ടറായാണ് KK ശൈലജ ഇറക്കിയിരിക്കുന്നത്. CPIM കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ്. കഴിഞ്ഞ ഇടത് തരംഗത്തിൽ പോലും പേരാവൂർ UDFനൊപ്പം നിന്നു. സണ്ണി ജോസഫിന് 4000-ലേറെ ഭൂരിപക്ഷം നൽകി. ആ മണ്ഡലം പിടിക്കാനാണ് ശൈലജ ടീച്ചർ അവിടെ പോയത്. എന്നാൽ അവിടെ K. സുധാകരൻ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. K. സുധാകരൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പാർട്ടിക്കെതിരെ പരസ്യ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. അത് കണ്ണൂരിൽ പ്രതിഫലിക്കും, പേരാവൂരിൽ പ്രതിഫലിക്കും, പല മണ്ഡലങ്ങളിലും മലബാറിൽ K. സുധാകരൻ എഫക്റ്റ് ഉണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികളിലും ഈ പ്രശ്നമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും വലിയ വിഭാഗീയത നേരിടുകയാണ് കാസർഗോഡ്. ജില്ലാ പ്രസിഡന്റിനെതിരെ ആ ജില്ലയിലെ മുഴുവൻ ഭാരവാഹികൾ പരാതി പറയുന്ന സാഹചര്യം. ആ ഘട്ടത്തിലാണ് K. സുരേന്ദ്രൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അവരുടെ ദേശീയ നേതൃത്വം വിലയിരുത്തി മഞ്ചേശ്വരത്തേക്ക് അയച്ചിരിക്കുന്നത്. ആ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്നും അവിടെയുള്ള ML അശ്വിനി അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു സംവിധാനത്തിലൂടെ അവിടെ സംഘടനാ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണിക്കും അകത്ത് വിഷമവൃത്തത്തിലാണ്. ഈ വേനൽ ചൂടിനെ വെല്ലുന്ന രീതിയിലുള്ള ആഭ്യന്തര കലാപ ചൂടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ. പ്രജിൻ, അനുജ. യെസ്, അതാണ് 3 ഇടങ്ങളിലും, മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലുമുള്ള എന്താണ് നിലവിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം, അത് ഏത് രീതിയിൽ പോകുന്നു എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അതിനിടെ ചില പൊട്ടിത്തെറികളുണ്ട്. അതിൽ ഇപ്പോൾ കോന്നി BJPയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥി BDJS ആണ്. അപ്പോൾ അതിൽ ഒരു അതൃപ്തിയുണ്ട് BJPക്ക്. മുൻപ് K. സുരേന്ദ്രനൊക്കെ മത്സരിച്ച ഇടമാണ്. BJPക്ക് അവിടെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ ഒട്ടും ജനകീയനല്ലാത്തൊരു സ്ഥാനാർത്ഥി, TP സുന്ദരേശൻ എന്നാണ് സ്ഥാനാർത്ഥിയുടെ പേര്. അതിലൊക്കെ അതൃപ്തി കോന്നി BJPയിൽ ഉണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിലും പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും വലിയ അതൃപ്തി അത് UDFനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. യെസ്, എന്തായാലും ഈ പറഞ്ഞ 3 ഇടങ്ങൾ, കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും, അവിടെ CPI നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പിന്തുണ നൽകിയിട്ടും പയ്യന്നൂരിൽ UDF കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ V. കുഞ്ഞികൃഷ്ണൻ വിസമ്മതിക്കുന്നുണ്ട്. പങ്കെടുത്താൽ CPI വോട്ട് കിട്ടില്ല എന്നാണ് ഭയം. തളിപ്പറമ്പിലും സമാന പ്രതിസന്ധിയാണ്. TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കടുത്ത പ്രതിഷേധമുണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, അതായത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിലല്ലേ? അനുജ, ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ CPM വിട്ട് പുറത്തു വന്ന വിമതന്മാരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് മുതൽ കോൺഗ്രസിനകത്ത് അസ്വാരസ്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദിന്റെ പേരായിരുന്നു അവസാന ഘട്ടം വരെയും പരിഗണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം നൽകാതെ അദ്ദേഹത്തെ ധർമ്മടത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ കോൺഗ്രസിനകത്തും അവിടുത്തെ തളിപ്പറമ്പിലെ ലീഗിനകത്തുമൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പയ്യന്നൂരിൽ മറ്റൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ UDF നേരിടുന്നത്. UDF പിന്തുണയ്ക്കുന്ന V. കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ UDFന്റെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലൊന്നും സജീവമായി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രവർത്തകരുടെ ഒരു പരാതി. UDF യോഗങ്ങളിൽ പങ്കെടുത്താൽ CPMന്റെ വോട്ട് കിട്ടില്ലെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ ക്യാമ്പിന്റെ നിലവിലത്തെ തീരുമാനം. അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് പോലും CPMൽ ഒരുപാട് പേർ തന്റെ ആരോപണങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർ അസ്വസ്ഥരാണ്, അവർ തന്നെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. പക്ഷെ UDFനോട് ചേർന്ന് നിന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയമായി കണ്ട് അത് ആ വോട്ടുകളൊക്കെ തന്നെ CPMലേക്ക് പോകും. തനിക്ക് UDF വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം UDFന്റെ ക്യാമ്പുകളിൽ, UDFന്റെ മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തത്. ഇതിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം തങ്ങളുടെ ഒരു പ്രവർത്തകനെ നിർത്തണമെന്നൊരു ആവശ്യം നേതൃത്വം അംഗീകരിച്ചില്ല. പകരം നിർത്തിയ ആളാകട്ടെ കോൺഗ്രസിനെയും ഒപ്പം തന്നെ UDFനെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അല്ല അജീഷ്, അവിടെ ഈ ഫർസീൻ മജീദിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടോ?
അങ്ങനെയും ഒരു നീക്കമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ പയ്യന്നൂരിൽ പരിഗണിക്കും എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. പിന്നീട് അത് RSPക്ക് ആ സീറ്റ് വിട്ടു നൽകി. മട്ടന്നൂരിന് പകരം പയ്യന്നൂരിൽ നൽകി. RSP സംസ്ഥാന അധ്യക്ഷൻ ഷിബു ബേബി ജോൺ പിന്നീട് നേരിട്ടെത്തി അവർ അവിടെ മത്സരിക്കുന്നില്ല, കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് UDF അവിടെ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. വിജിൽ മോഹനെ മറ്റൊരു മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. പകരം ഈ ഫർസീൻ മജീദി, അദ്ദേഹത്തെ മട്ടന്നൂരിൽ മത്സരിക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അവസാന ഘട്ടം വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതോടെയാണ് പയ്യന്നൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്നുള്ളൊരു ആലോചനകളൊക്കെ വന്നു തുടങ്ങിയത്. നാളെ ഒരു നിർണായക യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു നിർണായക യോഗം ചേർന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ആരൊക്കെ മത്സരിക്കണം. ഈ വിജിൽ മോഹൻ തളിപ്പറമ്പിലും ഒപ്പം തന്നെ പയ്യന്നൂരിൽ ഈ ഫർസീൻ മജീദിയും മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഒരുപക്ഷെ അതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നേതൃത്വം ഇടപെട്ട് തടഞ്ഞില്ലെങ്കിൽ അവർ തിങ്കളാഴ്ചയോ മറ്റോ അവർ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ളൊരു ആലോചനയിലാണ് നിലവിലുള്ളത്. അതെ, പയ്യന്നൂരിലും തളിപ്പറമ്പിലും അങ്ങനെ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട് എന്നതിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലൊക്കെ ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. മണ്ഡലത്തിൽ 3 ചിത്രവും തെളിഞ്ഞോ? 3 ചിത്രവും തെളിഞ്ഞിട്ടുണ്ട്. അവിടെ മത്സരം എങ്ങനെയാണ്? എന്റേത് ഏറ്റുമാനൂർ മണ്ഡലമാണ്. അപ്പോൾ VN വാസവനാണ്, ഒപ്പം നാട്ടകം സുരേഷ്. പിന്നെ NDAയുടെ കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസം 2020യുടെ വീണ നായരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് വന്നത്. പിന്നീട് അതിന് പകരം മറ്റൊരു ആതിര നായർ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞയാണെന്ന് തോന്നുന്നു ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് 3 പേർ ചിത്രം വ്യക്തമാണ്. അതെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. BJP നേതാവ് B ഗോപാലകൃഷ്ണനെതിരെ പരാതി. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഉപയോഗിച്ച് വർഗീയ പരാമർശം നടത്തിയെന്നാണ് പരാതി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് പരാതി നൽകിയത്. പരാതിക്ക് കാരണമായ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. B ഗോപാലകൃഷ്ണൻ സംസാരിച്ച ദൃശ്യങ്ങളാണത്. ശ്രീകുമാരൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഇതിപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ ഒരു ആക്ഷേപം പരാതിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലെ? അത് പോലീസിൽ പരാതി നൽകിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? കേസ് എടുത്തിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള ആക്ഷേപം? പ്രജിൻ, അനുജ, അല്പസമയം മുൻപാണ് KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശം, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഒക്കെ ഉപയോഗിച്ചാണ് ആ പരാമർശം അദ്ദേഹം നടത്തുന്നത്. ആ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അതൊരു തീർത്തും ഒരു വർഗീയമായ പരാമർശമാണ്. ആ പരാമർശം എന്തായാലും ഇവിടെ പറയാൻ നമ്മളും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഓഡിയോ നമ്മൾ കൊടുക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം മത്സരിക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ കേന്ദ്രീകരിച്ച പ്രചരണം അത് പിന്നീട് NDAയിൽ തന്നെയുള്ള ഘടകകക്ഷി 2020ക്ക് നൽകുകയായിരുന്നു. ആ 2020യുടെ സ്ഥാനാർത്ഥിയോടെ പ്രചരണം തുടങ്ങി. അതിനുശേഷം ഗോപാലകൃഷ്ണൻ കുറെ അതൃപ്തി വന്നു. അതിനുശേഷമാണ് ഗുരുവായൂരിലേക്ക് പരിഗണിക്കുന്നത്. എന്തായാലും ഗുരുവായൂരിൽ എത്തിയ ഉടൻ തന്നെ കൃത്യമായ രീതിയിലുള്ള വർഗീയ പരാമർശമാണ് NDA സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. ഈ വർഗീയ പരാമർശം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും SHOക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. ഈ പരാതിയിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് മറ്റ് നിയമ നടപടികളും ഒക്കെ ഇനി നിയമവിദഗ്ധരുമായി ആലോചിച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും B ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഗോകുൽ ഗുരുവായൂർ എന്ന KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിന് സീറ്റ് നൽകണമെന്നായിരുന്നു തന്റെ അഭിപ്രായമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീറ്റ് ലഭിക്കാൻ അർഹനായ വ്യക്തിയാണ് എൽദോസ് എന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടി തീരുമാനം അംഗീകരിക്കണമെന്ന് എൽദോസിനോട് ആവശ്യപ്പെട്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എൽദോസ് കുന്നപ്പിള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സീറ്റ് അർഹനായ വ്യക്തിയാണ്. അദ്ദേഹം 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായുണ്ട്. അശ്വിൻ, ഇന്നലെ ബെന്നി ബെഹനാനെതിരെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം വലിയ പരിഭവത്തിലാണ്. ആ പരിഭവം ഇനിയും തീർന്നിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് മുഖം കൊടുക്കാൻ തയ്യാറായിട്ടില്ല.
രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു എന്നാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്കാണ് ഒരു അനുനയത്തിനൊക്കെ നീക്കം ഇപ്പോഴും രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ടോ? അനുജ, തീർച്ചയായും ഈ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത അതൃപ്തനായി നിലനിൽക്കുന്ന എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ പരിഭവം മനസ്സിലാകുമെന്ന് രമേശ് ചെന്നിത്തല മറുപടിയും നൽകി. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്ന ഒരു കാര്യം, എൽദോസ് കുന്നപ്പള്ളി സീറ്റിന് അർഹനായിരുന്നു. അവിടെ MLA ആയിരുന്ന കാലത്ത് പെരുമ്പാവൂരിൽ അദ്ദേഹം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി, വികസനം നടത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സീറ്റ് കൊടുക്കണമെന്നായിരുന്നു തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് എൽദോസ് കുന്നപ്പള്ളിയെ പറഞ്ഞ് ധരിപ്പിച്ചു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ആ അനുനയം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും മുന്നോട്ടുള്ള നിലപാട് എന്ത് എന്ന് എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി വിടുമെന്നോ സ്വതന്ത്രമായി മത്സരിക്കുമോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തും എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാവിലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് തിരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോഴും ഹരിപ്പാട് തന്നെ തുടരുകയാണ്. അദ്ദേഹവുമായുള്ളൊരു കൂടിക്കാഴ്ച ഒരുപക്ഷേ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ആ നിർണായകമായ എൽദോസ് കുന്നപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ച ആലപ്പുഴയിലോ തിരുവനന്തപുരത്തോ നടക്കും എന്നാണ് നമുക്ക് ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തലയോട് തുറന്നു പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതാണ് മനോജ് മൂത്തേടത്തിന് ഇന്നലെ മുഖം നൽകാൻ എൽദോസ് കുന്നപ്പള്ളിയിൽ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അതിന് ഇന്നിപ്പോൾ മനോജിന്റെ ഇന്നത്തെ പ്രതികരണം വന്നത് നേരത്തെ അറിയിക്കാതെ ഞാൻ ചെന്നതാണ്, അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ രീതിയിൽ ഏതായാലും കൃത്യമായ അതൃപ്തി ഉണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. ഏത് തരത്തിലേക്കാണ് ഒരു അനുനയ നീക്കത്തിന് സാധ്യത എന്നതാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ തേടുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കത്തിൽ നിന്ന് വി സുരേന്ദ്രൻ പിള്ള പിന്മാറി. ഇതോടെ കരമന ജയനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ CPIM-ന് കടുത്ത അതൃപ്തിയുണ്ട്. താനൂരിൽ മത്സരിക്കാതെ മാറുന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ പ്രചാരണം തുടങ്ങി. തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് MLA-യും മന്ത്രിയുമായ വി സുരേന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് BJP സെൻട്രൽ സീറ്റ് ഒഴിച്ചിട്ടിരുന്നത്. സുരേന്ദ്രൻപിള്ള RJD-യിൽ അസംതൃപ്തനാണെന്ന് മനസ്സിലാക്കിയാണ് ആശയവിനിമയം തുടങ്ങിയത്. ഘടകകക്ഷിയായി NDA-യിലേക്ക് വരാനായിരുന്നു പിള്ളയുടെ താൽപ്പര്യം. എന്നാൽ താമര ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് BJP ഉപാധി വെച്ചു. ഇതോടെ സുരേന്ദ്രൻപിള്ള പിന്മാറി. ഇടതുപക്ഷത്തു നിന്നുള്ള നേതാവിനെ പരീക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. സുരേന്ദ്രൻപിള്ളയെ ഇടത് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കമുണ്ടെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസ് സമ്മതം മൊഴിയിട്ടില്ല. സെൻട്രൽ സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ശ്രമം. സിറ്റി സീറ്റായ താനൂർ വിട്ട് തിരൂരിലേക്ക് മാറിയ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് പ്രചരണം തുടങ്ങി. താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് തുടർന്നാണ് തിരൂരിലേക്ക് മാറിയത്. ഇത്തവണ തിരൂരിലേക്ക് മാറാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ അതിന് കാരണം എത്രയോ വർഷങ്ങളായി ലീഗിൻ്റെ കളികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണം അർഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കാൻ അതാത് കാലങ്ങൾ വന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് മാറ്റമുണ്ട്. മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ ലീഗ് വിമതനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM തീരുമാനിച്ചു. മുസ്ലിം ലീഗ് മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് LDF സ്വന്തമായി മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. 24 തിരുവനന്തപുരം. ഇനി നമ്മുടെ പ്രത്യേക സെഗ്മെന്റിലേക്കാണ്. മണ്ഡലം ചുറ്റും മഹിളകൾ. രാഷ്ട്രീയം നോക്കിയല്ല വോട്ട് ചെയ്യുന്നത് എന്നാണ് അരിയങ്ങാടിയിൽ കണ്ടുമുട്ടിയവർ പറഞ്ഞത്. ആര് ജയിച്ചാലും കുഴപ്പമില്ല, നാട് നന്നാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. മണ്ഡലം ചുറ്റും മഹിളകളിൽ സ്മിത ഹരിദാസും ക്രിസ്ത്യാചര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിശദമായി. നമ്മുടെ മലയാള സിനിമയെ കൂടെ പലപ്പോഴും നമ്മൾ തൃശ്ശൂരിന്റെ അറിയുന്നത്, നമ്മള് കൊച്ചിക്കാരല്ലേ. അപ്പൊ ആ ഒരു സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അരിപ്രാഞ്ചി അപ്പൊ അവിടുത്തെ അരിക്കച്ചവടത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ജീവനോപാധി കണ്ടെത്തുന്നതും ഒക്കെ നമ്മൾ സിനിമകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വലിയങ്ങാടി അരി മാർക്കറ്റിലാണ് അരിയങ്ങാടി. അതെ, അരിയങ്ങാടിയിലെ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളത്, അവരുടെ പ്രതീക്ഷകൾ എന്തെന്നൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലെ. സ്ഥാനാർത്ഥികളല്ല നമുക്ക് ആവശ്യം, നമുക്ക് നാടാണ് ആവശ്യം. അപ്പോ കേരളം നന്നായി കാണണം അല്ലേ, അത് നമ്മളുടെ ആവശ്യം. അപ്പോൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും ഇപ്പൊ ഈ 3 പേരിൽ ഒരാൾ ജയിക്കും, പക്ഷെ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിൽ വികസനം കൊണ്ടുവരാ, ഇൻഡസ്ട്രി കൊണ്ടുവരാ, പുറത്തു പോയാൽ നമ്മളെ മക്കള്
തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുക, അതാവണം ലക്ഷ്യം. ഏതെങ്കിലും ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോട് നമുക്കൊരു ഇഷ്ടം കൂടുതലുണ്ടാവും അല്ലെ? അങ്ങനെയൊന്നും ഇല്ലേ? നമുക്ക് 3 പാർട്ടിയോടും ഭയങ്കര ഇഷ്ടം. 3 പാർട്ടിയോടും. ഭരണമാറ്റം സംസ്ഥാനത്ത് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഭരണമാറ്റം വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു വിചാരിക്കാൻ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും രാഷ്ട്രീയം നല്ല അവബോധമുള്ള ആൾക്കാരുമാണ്. അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് 5-10 വർഷത്തെ ഭരണം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിലെ ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് തന്നെ വോട്ട് ചെയ്യും. നിങ്ങൾ ഈ മാർക്കറ്റിൽ നിൽക്കുമ്പോഴേ ചിലരെ മാർക്കറ്റിന് ഒരു വികസനം വേണം, അങ്ങനെ ചില ഏരിയാസ് ഒന്നും കൂടെ വികസിക്കാനുണ്ട്, അതിന് ചിലർ വന്നാൽ നന്നാകും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചർച്ചകളും നമ്മൾ കേൾക്കാറുണ്ട് പൊതുവെ. ഇവിടെ അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും വികസനം ഇവിടെ ആവശ്യമാണ്, അതിനുള്ള ചർച്ചകളും നടക്കാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു പാർട്ടി വന്നിട്ടും ഇവിടെ അങ്ങാടിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു സ്ഥലം പോലും ഇവിടെ ഇല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വികസനം താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് തൃശ്ശൂർ നടക്കുക, കേരളത്തിൽ നടക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു പൊതുവെ ഇവരൊക്കെ പറയുന്നത് മനസ്സിലാകുന്നത് ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാൽ രാഷ്ട്രീയമില്ല, അതിനപ്പുറമായിട്ട് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ എല്ലാ ജനപ്രതിനിധികളും അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഒരു മാർക്കറ്റിൽ ഇവിടെ നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്, അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനുള്ളൊരു ടോയ്ലറ്റ്, അത്തരം സംവിധാനങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ മാറ്റിവെക്കാവുന്ന ഒന്നല്ല. അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുന്നവർക്കായിരിക്കും അവരുടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ തൃശ്ശൂരിലെ അരിയങ്ങാടിയിൽ നിന്നാണ് നമ്മൾ. അപ്പം നമ്മുടെ ഇത്തരം സെഗ്മെന്റുകൾ ഒരുപാടുണ്ട്. ഇതിൽ ഓരോ ഇടങ്ങളിലും പോയി എന്താണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർ, ഓരോ ഇടങ്ങളിലെയും നാട്ടുകാർ എന്ത് പറയുന്നു, അവരുടെ പ്രതീക്ഷ എന്താണ്, ഇതൊക്കെയാണ് ഇത്തരം സെഗ്മെന്റുകളിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അതെ, ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. കോന്നിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPക്കുള്ളിൽ അതൃപ്തി. മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ജനകീയനല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കോന്നി സീറ്റ് BDJSന് കൊടുത്തതിലും അതൃപ്തി ഉണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഈ രീതിയിൽ NDA നേരത്തെ തന്നെ ഈ BJP അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് ഈ പ്രചാരണത്തിലേക്ക് നേരത്തെ കടന്നെങ്കിലും ഈ ഘടകകക്ഷികളുടെ എതിർപ്പ് അതിപ്പോഴും ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് ഇവിടുത്തെ കോന്നിയിലെ ഈ വാർത്ത, പുതിയ വാർത്ത. എന്താണ് അത്, ഏത് രീതിയിലാണ് NDA അവിടെ ബാധിക്കുന്നത്? പ്രജിൻ, അനുജ, പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും BJPക്കുള്ളിൽ വലിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, അതൃപ്തി പല കാര്യങ്ങളിലുമൊക്കെയുണ്ട്. അത് ഏറ്റവും കുറച്ച് കൂടുതൽ കോന്നിയിലാണെന്ന് മാത്രമാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ BJPയെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായിട്ട് വിലയിരുത്തപ്പെട്ട ഒരു മണ്ഡലം കോന്നി തന്നെയാണ്. 2016 ഏതാണ്ട് 12% വോട്ട് ഷെയർ കോന്നിയിൽ നിന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. 2016 ഈ പറയുന്ന 12% നിന്ന് 2021 വന്നപ്പോൾ അത് 22% കെ സുരേന്ദ്രൻ ഉയർത്തുകയും ചെയ്തതാണ്. അങ്ങനെ BJPയെ സംബന്ധിച്ചുകൊണ്ട് ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലത്തെ ഇപ്പോൾ ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്തുന്നു. BDJSന് സീറ്റ് കൊടുത്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ കോന്നിയിൽ BJPക്കുള്ളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി പുകയാൻ കാരണമാക്കിയിട്ടുള്ളത്. അവിടെ BDJSന് സീറ്റ് കൊടുത്തോടുകൂടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് TP സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള മുഖമുള്ള ഒരാളല്ല, ജനകീയത ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെ അങ്ങനെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. RSS ക്യാമ്പിനും വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. കോന്നിയിൽ ഇത്തരത്തിൽ വലിയ വോട്ട് ഷെയർ കിട്ടി ഒരു നിർണായക ശക്തിയാകാൻ കഴിയുമായിരുന്നൊരു മണ്ഡലത്തെ എന്തിന് BDJSന് കൊണ്ട് പണയം വെച്ച് കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഒരു വിഭാഗം നേതാക്കൾ, BJPയിലെ നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ആറന്മുളയിൽ വലിയ താല്പര്യം കുമ്മനം രാജശേഖരന് മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആറന്മുളയിലേക്ക് കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ കോന്നിയിൽ കൂടി BJPക്കുള്ളിൽ NDAയ്ക്കുള്ളിൽ ഒരു അതൃപ്തി പുകയുന്നത്. NDA മുന്നണിക്കുള്ളിൽ ഈ പറയുന്ന ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ താല്പര്യമില്ലാതെ മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഭാഗം രംഗത്ത് വരുന്നു. കോന്നിയിലാകട്ടെ ജനകീയ മുഖമുള്ള ആളല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്ന BJP നേതാക്കൾ ഒരു വിഭാഗം പറയുന്നു. റാന്നിയിലും സമാനമായിട്ടുള്ള ആരോപണമുണ്ട്. അവിടെ വരുന്ന ആരോപണം എന്ന് പറയുന്നത് 2020 സീറ്റ് കൊടുത്തോടുകൂടി അവിടെയും സുപരിചിതനല്ലാത്ത തോമസ് സാമുവൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ NDA സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള അതൃപ്തി ജില്ലയിൽ ഉടനീളമുണ്ട്. തിരുവല്ലയിലാണ് വലിയ കുഴപ്പമില്ലാതെ, അവിടെ തിരുവല്ലയിൽ അനൂപാനടി പ്രചരണമൊക്കെ തുടങ്ങി ഊർജ്ജനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കോന്നിയിൽ വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, കൂടുതൽ അതൃപ്തിയൊക്കെ പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2016 2021 ഒക്കെ വലിയ തരത്തിൽ വോട്ട് ഷെയർ വാങ്ങിയ ഒരു മണ്ഡലമാണ് BJP. അത് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് ഷെയറിലേക്ക് കിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെയാണ് BJP ക്യാമ്പിലുള്ളത്. അത് BDJSന് സീറ്റ് കൊടുത്തോടുകൂടിയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മറന്നീക്കി ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, പ്രജിൻ, ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ.
ത്യാഗത്തിന്റെ രാപ്പകലുകൾക്ക് ശേഷം ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഒത്തുകൂടി. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ പെരുന്നാൾ സന്ദേശത്തിൽ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. അല്ലാഹു അക്ബർ അമൻ തസക്ക വദകര ഇസ്മ റബ്ബിഹി ഫസല്ല അല്ലാഹു അക്ബർ. സഹനത്തിന്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞെത്തുന്ന ആഘോഷത്തിന്റെ പകൽ. ആത്മസമർപ്പണത്തിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട് 29 വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ സ്നേഹപ്പെരുന്നാളിലേക്ക് കടന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മനുഷ്യ സ്നേഹം അത് ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ആ സ്നേഹവും സന്തോഷവും ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും യത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കോഴിക്കോട് ഗ്രാൻഡ് മസ്ജിദിലെ ഈദ് നമസ്കാരത്തിലും കടപ്പുറത്തെ ഈദ്ഗാഹിലുമായി ആയിരങ്ങളാണ് അണിനിരന്നത്. LDF, UDF, NDA സ്ഥാനാർത്ഥികളും സിനിമാ താരങ്ങളും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ആശംസകൾ അർപ്പിക്കാനും എത്തി. സാധാരണ പെരുന്നാൾ ആഘോഷം തൊടുപുഴ വീട്ടിലായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് കാരണങ്ങളുണ്ട്. അത് സുഹൃത്തുക്കളും ഫാമിലിയുമായിട്ട് എറണാകുളത്ത് ആഘോഷിക്കാമെന്ന് തീരുമാനിക്കാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആധുനിക ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളുമെല്ലാം തന്നെ മനുഷ്യനെ മൃഗീയവും പൈശാചികവുമായ വികാരങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയതയാണ് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമെന്ന പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. ലോകമെങ്ങും അസമാധാനവും അശാന്തിയും യുദ്ധത്തിന്റെ കുടിലതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ വർഷത്തെ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സമാധാനം പുലരുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഈ ദിവസത്തെ നമ്മൾ പ്രത്യേകമായി അതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ സംയുക്ത ഈദ്ഗാഹിൽ ഷിഹാബ് പൂക്കോട്ടൂർ ചെറിയ പെരുന്നാൾ സന്ദേശം നൽകി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ലോകസമാധാനത്തിനായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വ്രതം പൂർത്തിയാക്കിയ സംതൃപ്തിയിൽ വ്രതം നൽകിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കൽ കൂടിയാണ് ഈ ദിനം. അഭിലാഷിനൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ സമാധാന പ്രതീക്ഷയുമായാണ് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് ഗൾഫ് രാജ്യങ്ങൾ. UAE ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയായിരുന്നു പെരുന്നാൾ നമസ്കാരം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ഇത് അതിജീവനത്തിന്റെ പെരുന്നാൾ. ഇറാൻ ആക്രമണങ്ങളുടെ പരീക്ഷണം കൂടി നേരിട്ട റമദാൻ നാളുകൾക്ക് ശേഷമാണ് ഗൾഫ് മേഖലയിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. സൗദിയിൽ മഴബാധിത പ്രദേശങ്ങളിലും പുറത്തെ നമസ്കാരം ഒഴിവാക്കി. അതിരാവിലെ പള്ളികളിൽ നമസ്കാരം നടന്നു. ലോകസമാധാനത്തിനുള്ള സന്ദേശമായിരുന്നു ഖുതുബകളുടെ ഉള്ളടക്കം. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുത്തു. സൗദി ഭരണാധികാരികൾ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചു. എല്ലാ വെല്ലുവിളികളെയും മറികടക്കുമെന്നും ഐക്യവും വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കുമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കി. പുറമെ കാര്യമായ ആഘോഷങ്ങളില്ലെങ്കിലും കുടുംബവും കൂട്ടുകാരുമായി പെരുന്നാൾ സന്തോഷം പങ്കിടുന്ന തിരക്കിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ. 24 ദുബായ്. പുണ്യ റമദാൻ മാസത്തിൽ നിരാലംബരെ ചേർത്ത് പിടിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായം കൈമാറി. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിൽ പ്രവർത്തിക്കുന്ന ഡിഫറന്റ് ആർട്സ് സെന്ററിന് 1 കോടി രൂപയുടെ സഹായം കൈമാറി.
പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നടത്തിവരുന്ന അന്നദാനത്തിനായി 25 ലക്ഷം രൂപയുടെ സഹായം നൽകി. കൊല്ലം മുണ്ടക്കൽ പുവർ ഹോമിലെ കുടുംബാംഗങ്ങൾക്കുള്ള റമദാൻ സമ്മാനമായി 25 ലക്ഷം രൂപയുടെ ധനസഹായം യൂസഫ് അലി കൈമാറി. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ചേർന്ന് വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ധനസഹായങ്ങൾ കൈമാറി. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യൻ സംഘർഷം ഈ പെരുന്നാൾ ദിനത്തിലും അത് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്തെത്തി. അമേരിക്കയുടെ F-35 പോർ വിമാനം ഇറാൻ ആക്രമിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ സഹായിക്കാൻ തയ്യാറെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാന്റെ വാതകപ്പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇനി ആക്രമിച്ചാൽ സംയമനം പാലിക്കില്ലെന്നും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ആക്രമണശേഷിയുടെ ചെറിയ അംശം മാത്രമാണെന്നും അബ്ബാസ് അരാക്ചി പറഞ്ഞു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ സഹായിക്കാൻ തയ്യാറെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. അമേരിക്കയുടെ F-35 വിമാനം ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടു. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയെന്നും സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തുകയാണെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഏപ്രിൽ അവസാനം വരെ തുടർന്നാൽ എണ്ണവില ബാരലിന് $180 മുകളിലായി ഉയരുമെന്നും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് IRGC വക്താവ് കൊല്ലപ്പെട്ടു എന്നതാണ്. ജനറൽ അലി മുഹമ്മദ് നയേനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃശൂരിൽ വൈദ്യസഹായമില്ലാതെ പ്രസവിച്ച യുവതിക്ക് ദാരുണാന്ത്യം. അക്യുപങ്ക്ചർ സഹായത്തോടെ പ്രസവിച്ച ചാവക്കാട് സ്വദേശിനിയായ മുഹ്സിനെയാണ് മരിച്ചത്. പ്രസവശേഷം യുവതിക്ക് അണുബാധയുണ്ടായെങ്കിലും അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതിനു മുൻപ് 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് 37-കാരിയായ മുഹസിന. 7ാമത്തെ പ്രസവം വീട്ടിൽ വൈദ്യസഹായമില്ലാതെയാണ് നടന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞു മരിച്ചു. അവശയായ യുവതിയെ ബന്ധുക്കളെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നാണ് ആരോപണം. മൊത്തം 7 മക്കളായിരുന്നു. അതിൽ 3 പേര് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഒന്ന് അബോർഷനാണ്, 2 ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇന്നൊന്ന് ജനുവരി തുടക്കത്തിലാണ് ഒരു കുട്ടി പ്രസവിച്ച 6 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടത്. കാരണം വീട്ടിലായിരുന്നു ആ പ്രസവം എടുത്തത്. ഹസ്ബൻഡ് അക്യുപങ്ക്ചറിസ്റ്റാണ്. അപ്പോൾ വീട്ടിലെടുത്ത പ്രസവത്തെ തുടർന്നാണ് കുറച്ചധികം ഈ പ്രസവ ശേഷം ഉണ്ടാവുന്ന ശുശ്രൂഷകളുണ്ടല്ലോ, ആ സമയത്ത് അതിൽ സംഭവിച്ച വീഴ്ചകളാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെത്തിയ മോഹ്സിനയുടെ മാതാപിതാക്കളാണ് അവശനിലയിലായ മകളെ ആശുപത്രിയിലെത്തിക്കുന്നത്. ശരീരമാസകലം വ്രണം വന്ന് പുഴുവരിച്ച നിലയിലായിരുന്നു യുവതി. അവസാനത്തെ പ്രസവത്തിലാണ് ഈ പറഞ്ഞതുപോലെ അത് കുട്ടിയെടുത്ത് ചാപ്പിള്ള കട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തുടർന്നുള്ള ഇൻഫെക്ഷനാണ് ശരീരത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. അവരെ പുറത്തൊരു മുറിവുണ്ട്. ഒരു മുറിവ് പൊട്ടിയിട്ട് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത് ആ മുറിവ് പഴുത്ത് അതിൽ നിന്ന് പുഴുവരിക്കുന്ന അവസ്ഥയിലാണ് ആശുപത്രിക്ക് എത്തിയതെന്നാണ്. ഇന്നലെ ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് നമ്മളത് കണ്ടു. ഇന്നലെയാണ് മോഹ്സിനയുടെ മരണം സംഭവിച്ചത്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മോഹ്സിനയുടെ ബന്ധുക്കൾ അറിയിച്ചു. 24 തൃശൂർ. എന്നാൽ ആശുപത്രിയിൽ പോകാതിരുന്നത് മുഹസിനയുടെ നിർബന്ധപ്രകാരമെന്നാണ് ഭർത്താവ് ഇബ്രാഹിമിന്റെ വാദം. ഭർത്താവ് നല്ല രീതിയിൽ നോക്കിയെന്ന് മുഹസിന പറയുന്ന ശബ്ദ സന്ദേശം ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചാണ് ഈ വാദം. ശബ്ദ സന്ദേശം കേൾക്കാം. നീയാണ് ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തേക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. നീ എന്നെ നോക്കുന്നിടത്തോളം കാലം വേറെ ഒരു ഓപ്ഷനും അൽഹംദുലില്ലാഹ് ഇല്ല. ഇതിൻ്റെ പേരിൽ നീ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊരുത്തുള്ള കാര്യമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് എൻ്റെ മോൻ എന്നെ നല്ല നിലയിൽ തന്നെയാണ് നോക്കിയേക്കണത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലെവലിൽ നീ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്.
ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത് ഈ മരിച്ച മുഹ്സിനയുടെ ശബ്ദം എന്ന രീതിയിലാണ് ഇപ്പോൾ ഭർത്താവ് തന്നെ ആ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, പക്ഷെ അത് ഏത് സാഹചര്യമാണ്, എപ്പോഴാണ് അത് പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ഈ പെൺകുട്ടി, അതായത് 37 വയസ്സുള്ള മോഹസിന മരിച്ച വിവരം അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത്. അതിന് തൊട്ട് താഴെയാണ് മോഹസിന മോൾ മരിച്ചു, നമ്മളെ വിട്ടു പോയി എന്ന് എഴുതിയതിന് തൊട്ട് താഴെയാണ് ഈ ഭർത്താവ് തന്നെ ഇത്തരത്തിൽ ആ ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട്, ഇക്കാര്യത്തിൽ ഒരു പരാതി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം അവർ കരുതി വെച്ചിരുന്നത് എന്നാണ് മോഹസിനയുടെ ബന്ധുക്കൾ പറയുന്നത്. മോഹസിനെ കൊണ്ട് നിർബന്ധിച്ച ഇത്തരത്തിൽ ഓഡിയോ എടുപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അവർ ഇതിനകം തന്നെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഓഡിയോയിൽ മോഹസിന പറയുന്നത് തന്നെ നന്നായി ഭർത്താവ് ഇബ്രാഹിം നോക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്നതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. ഇബ്രാഹിമിന്റെ വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ ഇബ്രാഹിമിന്റെയും അടുപ്പക്കാരുടെ ഒരു വാദം, എന്നാൽ ഈ മോഹസിന തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകാത്തത് എന്നതാണ്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. വ്രണമായി പൊട്ടിയൊലിച്ച് തീർത്തും അവശയായി കിടക്കുന്ന ഒരു യുവതിയെ വീട്ടുകാർ വേണ്ടി വന്നു നിർബന്ധത്തോടു കൂടി, ഈ മോഹസിനയുടെ വീട്ടുകാർ വേണ്ടി വന്നു നിർബന്ധത്തോടു കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇബ്രാഹിമിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഇബ്രാഹിം അത് നടത്തിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇബ്രാഹിമിന്റെ സ്വന്തം വീട്ടുകാരുമായും അടക്കം കാര്യമായ രീതിയിലുള്ള അടുപ്പങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചാവക്കാട് പോലീസ് ഇതെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്ന് മോഹസിനയുടെ മുല്ലക്കരയിലെ വീടിന് സമീപത്തെ പള്ളിയിലാണ് ഖബറടക്കം നടക്കുക. ശേഷം തുടർ നടപടികൾ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് മുതുകിൽ പൊട്ടി ഒലിച്ച വ്രണത്തിൽ നിന്ന് പുഴുവരിക്കുന്ന നിലയിലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്തും ഒരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ കുഞ്ഞൊരു 6 ദിവസത്തിന് ശേഷം മരിക്കുന്നു. ശേഷം ഈ യുവതി തീർത്തും അവശയാകുന്നു. ആ അവശയാകുന്ന സമയത്തുള്ള ഓഡിയോ സന്ദേശം എന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് ഇനി വ്യക്തമാകേണ്ടതുണ്ട്. അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത്. 1 PM ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.